സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ ഈ നാറികളുടെ വിഷയത്തെക്കുറിച്ച് എടുക്കരുത് തന്നെ ചിന്തിക്കും. വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശം. പക്ഷെ എന്താ ചെയ്യ, ഇത് കണ്ടോ, ഒരു MLA സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അവരെ ജയിപ്പിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പകരം പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ കുഞ്ഞാലിക്കുട്ടീനെ രണ്ടാമനായിട്ട് വിളിച്ചതാണ് പറയുന്നത്. പച്ചയ്ക്ക് വന്നിട്ട് വർഗീയത. ഇപ്പം ഇത് നമ്മളിവിടെ വന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ചില നാറികൾ തെറി വിളിക്കുന്നു. എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. വന്ന് പച്ചയ്ക്ക് പറയുകയാണ് കുഞ്ഞാലിക്കുട്ടിയെ രണ്ടാമനായിട്ട് രമേശ് ചെന്നിത്തല, അതായത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഓടിയാലോ, അങ്ങനെ നീ എന്തിനാണ് എന്നെ നീ ഇങ്ങനെ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സതീശനായിട്ടൊരു അടിയൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പൊക്കെയാണ് ഇത് സത്യം പറഞ്ഞ. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഈ വ്യക്തിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇവരെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. നോക്കുമ്പോണ്ടല്ലോ ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെ വർഗീയത തന്നെയാണ്. ഇതപ്പോൾ ഇന്നാൾ ആ മേയർ വന്നിട്ട് അയാൾ വന്നിട്ട് പറയുകയാണ് അറവശാലയൊന്നും ഇവിടെ പറ്റൂല എന്നുള്ള രീതിയിൽ. അതായത് ഒക്കെ നോർത്ത് ഇന്ത്യ സ്റ്റൈലിൽ തന്നെയാണ് പോകുന്നത്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള സാധാരണ ഹൈന്ദവരായ നല്ല മനുഷ്യരുണ്ടായിരുന്നു മതപരമായിട്ട് പരസ്പരം തല്ലുണ്ടാക്കിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിന് രാഷ്ട്രീയം കളിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പേജുകൾ, ഒരുപാട് ബ്ലോഗർമാർ, അത് കാശ് കൊടുത്തിട്ടാകാം കൊടുക്കാതെയാകാം. ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരോധമുള്ളത് കൊണ്ട് മാത്രം പറയണം, അല്ലാതെ ഒന്നും ഞാനിവിടെ ഒന്നും പറയാൻ നിൽക്കില്ല. മനസ്സിലായ അയാൾ ഇപ്പം ഞാൻ ഒരിക്കലും ഒരു ലീഗെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നമുക്ക് ലീഗിൻ്റെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ലീഗിലൂടെ കാണുന്നത് മുസ്ലിങ്ങളെയാണ്, അതായത് ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ്. അയാൾക്ക് ഒരു മുസ്ലിം പേര് ഒരു കുഞ്ഞാലിക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ രണ്ടാമനെ വിളിച്ചത് അവർക്ക് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്ക്, അതൊരു രാമൻകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഗോവിന്ദൻകുട്ടിയോ ആണെങ്കിൽ അവർക്ക് പ്രശ്നമല്ല. ഇപ്പം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയത് അയാൾക്ക് പ്രശ്നമില്ല, VD സതീശൻ മുഖ്യമന്ത്രി ആയത് അയാൾക്ക് പ്രശ്നമില്ല. അതേസമയം കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രശ്നമാണ്, ആഭ്യന്തരമന്ത്രി ആ പ്രശ്നമാണ്. മനസ്സിലായ എന്ത് മനുഷ്യരാണില്ലേ നമ്മളെ, എങ്ങനെയൊക്കെ ഈ മതപരമായിട്ട് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ ഇവർ രാഷ്ട്രീയം ചെയ്ത് നോക്ക്. ഇവിടെ വേറെ ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഈ നാട്ടിലില്ല, ഒരു സംഭവമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, മുസ്ലിങ്ങൾ പല സ്ഥലത്തിലും വരുന്നു, മുസ്ലിങ്ങൾ അധികാരത്തിൽ വരുമോ, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള വട്ടവളിയന്മാരെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക.